Hi friends, welcome to Sumi's Tips and Talks. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും പാത്രം കഴുകാനായിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കവരും. അപ്പോൾ ഈ സ്റ്റീൽ സ്ക്രബ്ബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നഖങ്ങൾ പൊട്ടിപ്പോകാനും അതുപോലെ നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. സ്റ്റീൽ സ്ക്രബ്ബ് മാത്രമല്ല, എന്ത് ഒരു സ്ക്രബ്ബ് പാത്രം കഴുകാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കയ്യിൽ നഖത്തിലൊക്കെ ഇടയിൽ അഴുക്ക് വരാനോ അതുപോലെ നഖം പൊട്ടാനോ അതുപോലെ നമ്മുടെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നീറ്റിലെടുക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള നല്ല ഉപകാരപ്രദമായ വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ സ്ക്രബ്ബ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കയ്യിലൊക്കെ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസും അതേപോലെ തന്നെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടയിലൊക്കെ കുടുങ്ങിയിട്ട് നല്ല വേദനയായിരിക്കും. അതുപോലെ നഖത്തിൻ്റെ ഉള്ളിൽ അഴുക്കാനുള്ള ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ്. നമ്മൾ നഖം വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുമ്പോൾ പൊട്ടാനുള്ള ചാൻസസും അവിടെ നമ്മുടെ കയ്യിൽ തൊലി പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നമുക്ക് വേണ്ടാത്ത ഒരുപാട് ഇതേപോലെ കുപ്പികളുണ്ടാവും. ഞാൻ എടുത്തേക്കുന്ന ഒരു വലിയ കുപ്പിയാണ്. അത് വലിയ കുപ്പി തന്നെ വേണമെന്നില്ല, ചെറിയ കുപ്പി ആയാലും മതി. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഈ ഒരു പകുതി ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഇത്രയും വശം മതിയാവും, അത്രയും വശം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി ഉപയോഗിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത്ര മതി നമുക്ക്. നിങ്ങളുടെ സ്ക്രബിൻ്റെ ആ ഒരു അളവനുസരിച്ച് കുപ്പിയുടെ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഈ സ്ക്രബ് ഇടുന്നത്. അതിനായിട്ട് നമ്മളൊരു എന്തെങ്കിലും കയറ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ വള്ളിയോ എന്തെങ്കിലും ചരട എന്തെങ്കിലും എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും വയറായാലും മതി. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുപ്പിയുടെ മൂടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കടത്താം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുപ്പിയുടെ മൂടിയിലൊരു ഊട്ട വെച്ചിട്ട് അതും ചെയ്യാം. കുപ്പിയുടെ മൂടിയിൽ ഊട്ട വെച്ച് വന്ന സമയം കളഞ്ഞേക്കാട്ട് നല്ലത് ഇതായിരിക്കും. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ അടക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത്തിരി കട്ടിയുള്ള വയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലെ മൂടിയിൽ ഒരു ഊട്ട വെച്ചിട്ട് വലിച്ചെടുത്താലും മതി. അതാവുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂടി കൊണ്ട് നമുക്കിത് അടക്കാനും പറ്റും. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് അടക്കാൻ പറ്റും. ബാക്കിയുള്ള ആ നൂല് നമുക്ക് ഒരു ഒരു വള്ളിയായിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാനൊക്കെ പറ്റും. നമുക്ക് ഉപയോഗശേഷം നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം. അതിനായിട്ട് ബാക്കിയുള്ളത് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. മൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടാൽ നല്ല വൃത്തിയായിട്ട് അടഞ്ഞിട്ടില്ലേ? നല്ല ടൈറ്റായിട്ട് തന്നെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂടി തുറന്നൊന്നും പോവുകയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് കെട്ടിയിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു വള്ളി കട്ട് ചെയ്തിട്ട് ഒരു വള്ളിയായിട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് മുഴുവനും കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ വാഷ് ബേസിൻ കഴുകാനും നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ട് തേച്ചൊരിച്ച് കഴുകാനൊക്കെ സുഖമാണ്. നമ്മുടെ കയ്യിൽ ഒട്ടും ഒഴുക്കാവില്ല നമ്മളിങ്ങനെ പിടിക്കണ കാരണം. അപ്പോൾ ഇത് പഴയതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പൂൾ തുറന്നിട്ട് ഇതങ്ങോട്ട് കളഞ്ഞിട്ട് വേറെ പുതിയത് എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഇതേലെ കെട്ടി വെച്ചാലും മതി. പെട്ടെന്ന് ചീത്തയൊന്നും പോവില്ല, നല്ല സുഖമാണ്. നന്നായിട്ട് ഇതേപോലെ പാത്രം തേച്ച് കഴുകാനും സിങ്ക് കഴുകാനും വാഷ് ബേസിൻ കഴുകാനൊക്കെ ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു വള്ളിയെ ഇതേപോലെ കട്ട് ചെയ്ത് കളയാണ്. ഇപ്പോൾ ഒരു വള്ളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എവിടെയെങ്കിലും കെട്ടി തൂക്കി വെക്കാം. ഇങ്ങനെ ഒരു വള്ളിയിലും കെട്ടി തൂക്കുക. ഇതല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ആദ്യം നമുക്ക് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് കയ്യിൽ അഴുക്കൊന്നും ആകാണ്ടിരിക്കാനുള്ള ഒരു ട്രിക്ക്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ അല്ലാണ്ട് പാത്രം കഴുകാനായിട്ട് വേറെ ഒരു സ്ക്രബ്ബർ എടുക്കുക. അത് ഇങ്ങനത്തെ സ്ക്രബ്ബറാണ്. ഇത് കാരണം ഇത് നമുക്ക് പാത്രം കഴുകുമ്പോൾ കൈ പൊട്ടാനൊന്നും ചാൻസ് ഇല്ല, എങ്കിലും നമ്മുടെ കയ്യിൽ അഴുക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ഊട്ട വെക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ 2 ഊട്ട വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ നൂലെടുത്താൽ മതി. അത് ഇതേപോലെ കയറ്റിയിട്ട് പൂളിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമുക്ക്
ഇതേപോലെ നമുക്ക് കൈയൊക്കെ വൃത്തിയായിട്ടിരിക്കാനും കയ്യിൽ നഖങ്ങൾ പൊട്ടാത്ത നഖങ്ങളുടെ ഉള്ളിൽ അഴുക്ക് പോവാണ്ട് മറ്റേ മുറിവുണ്ടെങ്കിൽ നീറ്റിലൊന്നും എടുക്കാണ്ട് നമുക്ക് പാത്രം കഴുകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.